പ്രിയമുള്ളവരെ, BBC വർത്തമാനം പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരു വട്ടം കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഷാജി ഈപ്പൻ. ഇന്ന് നമ്മുടെ അതിഥി എൻ്റെ കൂടെയുള്ളത് ഒരു കാലത്ത് DYFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി, ഒരു കാലത്ത് CPIMൻ്റെ ദീർഘകാലം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, തൊടുപുഴ സ്വദേശി ശ്രീ CJ ചാക്കോയാണ്. ശ്രീ CJ ചാക്കോയെ വളരെ സ്നേഹപൂർവ്വം, വളരെ ആദരപൂർവ്വം BBCയുടെ വർത്തമാനം പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ചാക്കോച്ച, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. നമ്മൾ വളരെ നാളുകൂടിയാണ് കാണുന്നത്. ഞാൻ എറണാകുളത്തായതുകൊണ്ടാണ് ഇടയ്ക്ക് കാണാൻ പറ്റാത്തത്. എനിക്ക് ചാക്കോച്ചനെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പണ്ട് സീതാറാം യെച്ചൂരി 1981 അവസാനം, 82 ആദ്യമോ 81 അവസാനമോ തൊടുപുഴയിലൊരു പരിപാടിക്ക് വന്നപ്പോൾ, അന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു യെച്ചൂരി. സീതാറാം യെച്ചൂരി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. ആ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ചാക്കോച്ചനായിരുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തി. കാരണം നല്ലൊരു തർജ്ജമയാണ് എനിക്ക് തോന്നിയത്. കാരണം പദാനുപദം തർജ്ജമ ചെയ്യുന്ന രീതി ആയിരുന്നില്ല. അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഭംഗിയായ രീതിയിൽ കേൾവിക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ ചാക്കോച്ചന് കഴിഞ്ഞു എന്നതാണ് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഞാൻ ചാക്കോച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന കാര്യം. എങ്ങനെയാണ് ഈ ഇംഗ്ലീഷ് ഭാഷയോട് അല്ലെങ്കിൽ ഈ തർജ്ജമ ചെയ്യാനൊക്കെ ഉണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ അടുത്ത്? ഈ തർജ്ജമ ഞാൻ ഭാഷകളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, മലയാളം ഭാഷകൾ. ഈ രണ്ട് ഭാഷകളും എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പ്രസംഗം, ട്രാൻസ്ലേഷൻ അത് യാദൃച്ഛികമായി വന്ന കാര്യങ്ങളാണ്. അതിനു മുമ്പ് ഏതാണ്ട് ഡിഗ്രി പഠനത്തിൻ്റെ ഒരു അവസാനം എന്ന് തോന്നുന്നു, എനിക്ക് ഈ ചില കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക്, മലയാളത്തിലുള്ള ചില ലേഖനങ്ങൾ, അതുപോലെ ചില കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നു. വെറുതെ ബുക്കിൽ എഴുതിയിടുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഡിക്ഷണറിയുടെ സഹായത്തോടെയാണോ അത്? അപ്പോൾ ഏതെങ്കിലും പദം നമുക്ക് കിട്ടാതെ വന്നാൽ ഡിക്ഷണറി, അപ്പോൾ അതിന് ഡിക്ഷണറി ഉപയോഗിച്ച് അങ്ങനെ പതുക്കെ പദങ്ങൾ ബ്രഷപ്പ് ചെയ്യുന്ന ഒരു രീതി നേരത്തെ മുതലുണ്ടായി. കോളേജിൽ പഠിക്കുമ്പോൾ ന്യൂമാൻ കോളേജിലല്ലേ പഠിച്ചത്? ന്യൂമാൻ കോളേജിലാണ് പഠിച്ചത്. ഡിഗ്രി ഏതായിരുന്നു? ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു. ശരി, പറഞ്ഞു. അപ്പോൾ അത് ആയിരുന്നു ഈ ഭാഷാന്തരീകരണത്തിൻ്റെ ഒരാദ്യ പാഠം. അതൊരു കൗതുകം എന്ന നിലയിൽ ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും യെച്ചൂരിയുടെ ഇവിടെ വന്നപ്പോൾ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രശ്നം വന്നു. അന്ന് പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിച്ചില്ല. അതെ, ഞാൻ കുറിപ്പ് എടുത്തില്ല. കുറിപ്പുകളൊക്കെ പിന്നീടാണ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ കുറിപ്പൊന്നും കുറിപ്പില്ലാതെ ഒരു 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗം, അത് ആദ്യത്തെ 5 മിനിറ്റ്, അതിനുശേഷം പിന്നത്തെ 5 മിനിറ്റ്, അങ്ങനെയാണ് യെച്ചൂരിയുടെ ഒരു രീതി. അതെ, സമയം കുറച്ചെടുക്കും. എന്നാൽ പ്രകാശ് കാരാട്ടിൻ്റെ അങ്ങനെയല്ല. ചിലപ്പോൾ 2-3 മിനിറ്റ്, അല്ലെങ്കിൽ വൃന്ദാകാരാട്ടിൻ്റെ അങ്ങനെയല്ല. പക്ഷേ യെച്ചൂരിയുടെ എന്ന് പറയുമ്പോൾ ഒരു 4-5 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ അത് കുറിപ്പില്ലാതെ എങ്ങനെയാണ് അത് മനസ്സിൽ ഈ ഓർമ്മയിൽ സൂക്ഷിച്ച് പറയുന്നത്? ഒന്ന്, ഈ വിഷയങ്ങൾ രാഷ്ട്രീയമായ വിഷയങ്ങളാണ്. അത് പരിചയമുണ്ടല്ലോ അല്ലേ? പരിചയമുണ്ട്. പിന്നെ ഇന്ത്യക്കാരുടെ ഇംഗ്ലീഷ് മനസ്സിലാക്കാനും തർജ്ജമ ചെയ്യാനും കുറെ കൂടി നമുക്ക് എളുപ്പമാണല്ലോ. ഒരുപക്ഷെ ഒരു ഇംഗ്ലീഷുകാരുടെ പ്രസംഗങ്ങൾ, യൂറോപ്യന്മാരുടെ സംസാരം ഒരിക്കലും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ആക്സെൻറ്റിനോട് കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. അതേസമയം ആരുടെ ഇംഗ്ലീഷുമായും പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ തർജ്ജമ ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. തർജ്ജമ ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല. യൂറോപ്യൻസിൽ നിന്ന് തർജ്ജമ ചെയ്യാറുള്ള, അത് തർജ്ജമ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ആക്സെന്റ് ആണ് പ്രശ്നം. അതെ, അവരുടെ ഉച്ചാരണ രീതിയുടെ പ്രൊണൗൺസിയേഷൻ ഇതുവരെയും ഞാൻ അത് പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ. യെച്ചൂരിയുടെ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല? എന്തോ യെച്ചൂരിയുടെ പ്രസംഗത്തിൽ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല? ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഇന്ത്യക്കാരുടെ ആരുടെയും പ്രസംഗങ്ങൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. നിരവധി
ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് മഹാരഥന്മാരായ നമ്മുടെ പോളിറ്റ് ബ്യൂറോ ആദ്യകാല പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ നല്ല മനോഹരമായ ഇംഗ്ലീഷ് അടക്കം അടുത്തിരുന്ന് കേൾക്കുകയും അവരുടെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയും അവരുടെ നിരവധി ലേഖനങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി കോൺഗ്രസുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ ധാരാളം. അപ്പോൾ അതൊക്കെ തർജ്ജമ ചെയ്യപ്പെടുമില്ല. കാരണം നിങ്ങളുടെ ഈ മലയാളികളായിട്ടുള്ള ഡെലിഗേറ്റ്സിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും അതിനൊരു പ്രോസസ്സുണ്ട്. അങ്ങനെ പ്രോസസ്സുണ്ട്. അതിനൊരു പ്രോസസ്സുണ്ട്. അത് ഒരു ഹിന്ദിയിലാണ് അല്ലെങ്കിൽ പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡെലിഗേറ്റ് ഗ്രൂപ്പുകളിലായിരിക്കും മലയാളത്തോളം കേരള ഓരോരോ ഭാഷകളിൽ. അതെ 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 ഭാഷകളിൽ. ഈ പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗം തർജ്ജമ ചെയ്ത് എങ്ങനെയുണ്ട്? അത് തർജ്ജമ എളുപ്പമാണ് എന്ന് ചോദ്യത്തില്ല, ഏറ്റവും എളുപ്പം CJ ചാക്കോയ്ക്ക് തോന്നിയിട്ടുള്ള പ്രസംഗം തർജ്ജമ ചെയ്യാൻ ഏറ്റവും ഇതാണ് എളുപ്പം, ഇതായിരുന്നെങ്കിൽ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഭംഗിയായി മാറുമായിരുന്നു, എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് തോന്നിയ ഒരു പ്രസംഗം ആരുടെയാണ്? CPM-നകത്തുള്ളത് പ്രകാശ് കാരാട്ടിൻ്റെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രകാശ് കാരാട്ടിൻ്റെയാണ്. അതെന്താ പ്രത്യേകത പ്രകാശ് കാരാട്ട്? അത് ഈ ഖണ്ഡിക തിരിച്ച് എഴുതുന്ന ഒരു ശൈലിയിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളി കൂടി, അതുകൊണ്ട് ഒരു പ്രത്യേകത കൂടി. മലയാളി കൂടി ആയതിൻ്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് തോന്നില്ലെങ്കിലും അത് ഇത് തന്നെയാണ് സഹാബി EMSൻ്റെയും പാരഗ്രാഫ് തിരിച്ച് പ്രസംഗിക്കുന്നത് പോലെ അത്രയും കൃത്യമായിട്ട് ആശയങ്ങൾ. അപ്പോൾ അത് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. മനോഹരമാണ്. എച്ചുരിയേക്കാൾ എളുപ്പമാണ്. എച്ചുരിയേക്കാൾ ഈ വാക്കുകൾക്ക് ക്ലാരിറ്റി ഉണ്ട്. ആശയങ്ങളുടെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്, വാക്കുകളുടെ ക്ലാരിറ്റി പ്രകാശ് കാരാട്ടിനാണ് കൂടുതൽ. സീതാറാം യെച്ചൂരി അപേക്ഷിച്ച്. അതെ. എന്താണ് വൃന്ദ കാരാട്ടിന്റെ പ്രസംഗത്തെ കുറിച്ചുള്ള? വൃന്ദ കാരാട്ടിന്റെ പ്രസംഗം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. വൃന്ദ കാരാട്ടിന്റെ പ്രസംഗം വൃന്ദ കാരാട്ട് മലയാളിയല്ല. മലയാളിയല്ല. ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അവര് ഈ ശൈലികളുടെ മേമ്പൊടിയൊക്കെ ചേർക്കുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പം ഒരു കരുതലോടുകൂടി ഇരുന്നില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ശൈലികൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട ചില സന്ദർഭങ്ങളുണ്ടാവും. 1-2 സന്ദർഭങ്ങളിൽ അതെനിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ട് പിന്നെയാണ് എനിക്ക് അതിൻ്റെ രീതി മനസ്സിലായി. വേറെ ബുദ്ധിമുട്ടില്ല. വൃന്ദ കാരാട്ടിൻ്റെ 1-2 പ്രാവശ്യം ജില്ലയിലെ പരിപാടികൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തർജ്ജമ ചെയ്യുമ്പോൾ ചാക്കോച്ചൻ ഇപ്പോൾ കുറേ പേര് തർജ്ജമ ചെയ്തിട്ടുണ്ടല്ലോ, ഉണ്ട്. ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? നമുക്ക് നന്നായി ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിയണം. അവരെന്താ പറയുന്നത് എന്ന്. നമ്മുടെ മലയാളം കുറ്റമറ്റതായിരിക്കണം. ശൈലിയിൽ ഒരു മലയാളം അതെ ഇംഗ്ലീഷ് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ മലയാളം നമുക്ക് നന്നായി അറിഞ്ഞിരിക്കണം. ശൈലിയിൽ അല്ലെങ്കിൽ തട്ടിപ്പ് നിറവുണ്ടാവും. നമ്മുടെ കേൾവിക്കാര് കലോത്സരം ഉണ്ടാവും. അപ്പോൾ നല്ല മലയാളമാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ, മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നല്ല മലയാളം അറിഞ്ഞിരിക്കണം. മറ്റേ ഗ്രാസ്പ് ഉണ്ടായാൽ മതി. നല്ല നമ്മൾ ഗ്രാസ്പ് ചെയ്താൽ മതി. അവരെന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ നമ്മുടേതായ ശൈലിയിൽ, അല്ലാതെ പദാനുപദം പറയുകയല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഐഡിയയിൽ അത് കേൾവിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിലാണ് അതിൻ്റെ വിജയിക്കുന്നത്. ശരിയല്ലേ? അതെ, കുറിപ്പെടുക്കും. അപ്പം ഒന്നും ആശയങ്ങൾ വിട്ടുപോകാതിരിക്കാനാണ് കുറിപ്പെടുക്കുന്നത്. ഷോർട്ട് ഹാൻഡാണോ അത്? അല്ല, ചുമ്മാ വെറുതെ വളരെ ചെറുതായിട്ട് എഴുതിയെടുക്കും. അപ്പോൾ നമ്മൾ പിന്നെ നോക്കി കഴിയുമ്പോൾ അതെന്താ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. കേരളത്തിലെ ഈ തർജ്ജമക്കാർ ഒരുപാട് പേര് തർജ്ജമ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ MA ബേബി ഉണ്ട്, സമ്പത്തുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, പി രാജീവ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് നന്നായി തർജ്ജമ ചെയ്തവരാണ്. ആ തർജ്ജമകളിൽ CJ ചാക്കോ എന്ന് പറയുന്ന ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തർജ്ജമക്കാരനായിരുന്നു? ഇവരെക്കാൾ എനിക്കിഷ്ടം കൊച്ചിൻ മേയറായിരുന്ന ബാലചന്ദ്രൻ. നന്നായി ചെയ്യുമായിരുന്നു. എത്ര ദീർഘമായ പ്രസംഗവും അദ്ദേഹം ഒരു കുറിപ്പിൻ്റെ സഹായമില്ലാതെ ചെയ്തിരുന്നു. അദ്ദേഹം ഇവിടെ ഹരേകൃഷ്ണ കോനാരുടെ പ്രസംഗം തൊടുപുഴയിൽ, നമ്മുടെ പാർട്ടി പോളിറ്റ് ബ്യൂറോ, അതെ പോളിറ്റ് ബ്യൂറോ ഇല്ലായിരുന്നു, കേന്ദ്ര കമ്മിറ്റി, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവിടെ തൊടുപുഴയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ബാലകൃഷ്ണൻ. പ്രത്യേകത എന്താ? പ്രത്യേകത എന്ന് പറയുന്നത് മനോഹരമാണ്. ആശയം വിട്ടുപോകുന്നില്ല. ഒഴുക്കുണ്ട്, ഫ്ലോയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. 1988 തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഇലക്ഷൻ നടക്കുന്നത്. അതിൽ LDF ആണ് അധികാരത്തിൽ വരുന്നത്.
LDFിൻ്റെ അന്നത്തെ CPMൻ്റെ അന്നത്തെ താലൂക്ക് കമ്മിറ്റി മെമ്പർ N. ചന്ദ്രനെയാണ് പാർട്ടിയുടെ താലൂക്ക് കമ്മിറ്റി അന്ന് അത് ചെയർമാനാക്കാൻ തീരുമാനിച്ചത്. എന്നാൽ വീണ്ടും 7 വർഷം കഴിഞ്ഞ് 1995 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും LDF അധികാരത്തിൽ വരുന്നു. ആദ്യത്തെ ആ 7 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് വളരെ മനോഹരമായ നല്ല ഭരണമാണ് എന്നാണ് ജനം വിലയിരുത്തിയിട്ടുള്ളത്. നല്ല ഭരണം. N. ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള അഡ്വക്കേറ്റ് N. ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ ഭരണത്തെക്കുറിച്ച് വളരെ നല്ല മതിപ്പ്, ഇത് പാർട്ടിക്കുമുണ്ട് അങ്ങനെ ആ മതിപ്പ്. അതുകൊണ്ട് തന്നെയാണ് N. ചന്ദ്രനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നത്. പക്ഷേ മുനിസിപ്പൽ 1995 മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് എന്തുകൊണ്ടാണ് N. ചന്ദ്രൻ്റെ പേര് പാർട്ടിയുടെ താലൂക്ക് കമ്മിറ്റി പരിഗണിക്കാതിരുന്നത്? പരിഗണിക്കാതിരുന്നത് ചന്ദ്രൻ ഒരു അഴിമതിരഹിതനായിരുന്നു എന്ന് 100% ശരിയാണ്. അഴിമതിരഹിതനായിരുന്നു. പക്ഷേ കാര്യപ്രാപ്തിയുള്ള ആളുമായിരുന്നു. പക്ഷേ അദ്ദേഹം പാർട്ടിക്ക് 100% വിധേയനായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ ശൈലി, അതിന് ചില പരുക്കൻ വശങ്ങൾ ചന്ദ്രനുണ്ട് എന്നാണ് അന്നും ഇന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം ഒരാളെ ഈ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ? സ്ഥാനാർത്ഥി അതാണ് എനിക്ക് ചോദ്യം. അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വശം ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും ഇതുകൊണ്ട് ഷാജിപ്പൻ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. അത്രയും കാരണങ്ങളാൽ ഒരാളെ മാറ്റി നിർത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, അന്ന് ചന്ദ്രനെതിരെ തന്നെ അന്ന് പാർട്ടിയുടെ തൊടുപുഴയിലുള്ള ചില നേതാക്കന്മാർ, പേര് ഞാൻ പറയുന്നില്ല, ഒരു ഇഷ്ടക്കുറവ് അതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഇഷ്ടക്കുറവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇഷ്ടക്കുറവിൻ്റെ അടിസ്ഥാനം ഈ ചന്ദ്രന്റെ ഒരു രീതിയാണ് കൂടി ഉണ്ടായിരുന്നു എന്നായിരിക്കാം. ഇനി അടുത്ത എൻ്റെ ചോദ്യം, 1995 തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി താലൂക്ക് കമ്മിറ്റി M. മണിയുടെ സാന്നിധ്യത്തിൽ കൂടുകയും ചന്ദ്രനെ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കേണ്ട പകരം കൊച്ചി ത്രേസ്യ തോമസിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അതേ തീരുമാനം ജില്ലാ കമ്മിറ്റി എടുത്തു. അവിടെ M. മണിയുണ്ട്. M. മണി ജില്ലാ സെക്രട്ടറിയാണ്. പക്ഷെ പിന്നീട് ഞാൻ കേട്ടതാണ് M. മണി നിലപാട് മാറ്റി എന്ന് പറഞ്ഞാൽ വേറൊരാളെ, തൊടുപുഴക്കാരായ ചില ആളുകളുടെ സമ്മർദ്ദം കൊണ്ടാവാം, ഷൗക്കത്ത് അലിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്തുണച്ചു. അപ്പോൾ ഈ താലൂക്ക് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി അല്ലേ M. മണി എന്ന തീരുമാനം എടുത്തത് പ്രവർത്തിച്ചത്? ഷൗക്കത്ത് അലിയുടെ കാര്യത്തിൽ ഷൗക്കത്ത് അലി എന്നതൊരു പൊതുവികാരം പോലെ വന്നിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, താലൂക്ക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം ആരെ കൊച്ചി ത്രേസ്യ തോമസിനെ സ്ഥാനാർത്ഥിയാക്കാൻ, അത് പാർട്ടി തീരുമാനമാണ്. ആ യോഗത്തിൽ M. മണി പങ്കെടുക്കുന്നു, ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് പങ്കെടുക്കുന്നു. ആ തീരുമാനം ജില്ലാ കമ്മിറ്റി അപ്രൂവ് ചെയ്യുന്നു. അപ്പം അതിനോടൊപ്പം നിൽക്കാൻ ബാധ്യതയുണ്ട് ആർക്ക്? ജില്ലാ സെക്രട്ടറി. പക്ഷേ പിന്നീട് കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ M. മണിയുടെ പിന്തുണയോടുകൂടി ഷൗക്കത്ത് അലി ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നു, ജയിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. അത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു പാർട്ടി വിരുദ്ധ പരിപാടിയല്ലേ? എന്താണ് അത്? ഈ കൊച്ചി ത്രേസ്യ തോമസിൻ്റെ സ്ഥാനാർത്ഥിത്വമല്ല ചെയർമാൻ സ്ഥാനത്തേക്കുള്ള നിർദ്ദേശം അതൊരു കുറച്ച് വിവാദപരമായി മാറിയിരുന്നു. ആ വിവാദപരമായി മാറ്റതിനെ തുടർന്ന് പല ആളുകളും പിന്നീട് നിലപാടുകൾ മാറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ കൊച്ചി ത്രേസ്യ തോമസ് എന്ന ഒരു നിലപാടിനോട് അന്ന് യോജിച്ചിരുന്ന ഒരാളാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ അധ്യാപികയായിരുന്നു. അവരെ ആദ്യം ഈ മത്സരിക്കാൻ കണ്ടെത്തുന്നത് എൻ്റെ കൂടി ഞങ്ങളെല്ലാം ഒരുമിച്ച് ആലോചിച്ചിട്ടാണ്. എനിക്കറിയാം, മാത്യുവിനറിയാം, അങ്ങനെ തൊഴിൽ അധ്യാപിക, അങ്ങനെ. അപ്പോൾ അതിനുശേഷം അപ്പോൾ ചെയർമാൻ എന്നുള്ള രീതിയിൽ ആ തരത്തിൽ വളരെ പാർട്ടിയല്ലാത്ത, വേണമെങ്കിൽ ഒരനുഭാവി ഒരാളെ പരിഗണിക്കുന്ന കാര്യത്തിൽ ഗുണം എന്നുള്ള കോൺസെപ്റ്റിലാണ് പിന്തുണച്ചത്. അത് പിന്നീട് അതിനെതിരായിട്ടുള്ള ഒരു വികാരം
അവർ കുറച്ച് സങ്കീർണമായിട്ട് വന്നു. ചന്ദ്രൻ അനുകൂലമായി അതുപോലെ ഒക്കെ വന്നു. പ്രധാനമായിട്ടും ചന്ദ്രനെ മാറ്റിയത് ശരിയായില്ല എന്ന തരത്തിൽ ചന്ദ്രനെ പരിഗണിക്കേണ്ടതായിരുന്നു എന്ന ഒരു പൊതുവികാരം പാർട്ടി അണികളുണ്ടായി. എന്നാൽ ഇതേ എല്ലാവർക്കും ചന്ദ്രൻ ചെയർമാനായിരുന്ന ഘട്ടത്തിൽ ഒരു മൈക്രോ തലത്തിൽ ചന്ദ്രനോട് ഇതുപോലുള്ളൊരു യോജിപ്പ് ഉണ്ടായിരുന്നില്ല. പല പരാതികളും ആളുകൾ പറയാറുണ്ടായിരുന്നു. പൊതുവില് അദ്ദേഹം ഒരു സ്വീകാരനായിരുന്നു. പക്ഷെ ചിലപ്പോൾ ആ കുറച്ചുകൂടി ഈ പുതിയ ആൾ വയബിളായിരിക്കും പാർട്ടിക്ക് എന്നൊരു കോൺസെപ്റ്റുമൊക്കെ ഉണ്ടായിരുന്നു. അക്കാലത്ത് ഈ പാർട്ടിയിൽ ഒരു ഹൈ റേഞ്ച് ലോബി, ലോ റേഞ്ച് ലോബി എന്ന രീതിയിലുള്ള വിഭാഗീയത സത്യത്തിലുണ്ടായിരുന്നു. ഹൈ റേഞ്ച് ലോബി, ലോ റേഞ്ച് ലോബി എന്നുള്ള കാര്യം ഞാൻ ഇന്നും രാവിലെയും അത് ആലോചിച്ചു. അത് 1985 സെക്രട്ടറി മാറ്റത്തെ തുടർന്ന് സെക്രട്ടറി ആവുന്നു. അതെ, മാനുവൽ മാറിയിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായ അതിനെ തുടർന്നാണ് ഈ പദം വാസ്തവത്തിൽ അതെ തൊടുപുഴയ്ക്കും ജില്ലയ്ക്കും ഒക്കെ നൽകിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് ഹൈ റേഞ്ച്, ലോ റേഞ്ച് വളരെ പോപ്പുലർ. ഞാൻ പറഞ്ഞ ഗ്രൂപ്പിസിന് തുടക്കം കുറിക്കുന്നത് 1985 അടിമാലി സമ്മേളനത്തോടുകൂടി. MC മാത്യു തോക്കുകയും അതിന് പകരമായി അവർ നിർദ്ദേശിച്ച ഒരാളെ ചന്ദ്രൻ PPC ജയിക്കുകയൊക്കെ ചെയ്തു. അന്ന് തൊടുപുഴയിൽ നിങ്ങൾ 3 പേര്, മറ്റു 2 പേര് മാനുവൽ മാത്യുവും ചാക്കോച്ചനും ഒറ്റക്കെട്ടായിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഇപ്പം കൊച്ചി തോമസിനെ സ്ഥാനാർത്ഥി ആക്കാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങളെല്ലാം ഒരാൾ തീരുമാനമെടുത്താൽ 2 പേരും ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ളൊരു രീതിയായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. ഞാനൊക്കെ SFI ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ 3 പേരും. എന്ത് പറ്റി അവരെ 2 പേരിൽ നിന്നും സഖാവ് വേറിട്ട് പോകേണ്ട കാര്യം എന്താണ്? അതിനെപ്പറ്റി ആദ്യം പറഞ്ഞു തുടങ്ങാനുള്ളത്, ഈ ഐക്യം ഞങ്ങൾക്കിടയിൽ വളർന്നു വന്നത് രാഷ്ട്രീയമായും സംഘടനാപരമായും തന്നെയാണ്. അപ്പം പുതിയതായിട്ട് ഞങ്ങൾ പാർട്ടിയിലേക്ക് വരുമ്പോൾ ഇനി മൻകോളേജിൽ പഠിച്ചവർ അതല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ആളുകൾ എന്ന രൂപത്തിൽ ഒരു പുതിയ സെറ്റ്. അപ്പോൾ ഈ അതിനു മുമ്പ് ഞങ്ങൾ വരുമ്പോൾ ഈ താലൂക്ക് കമ്മിറ്റി ഒരു താരതമ്യേന താലൂക്ക് കമ്മിറ്റിയിൽ പിരിച്ചുവിടപ്പെട്ടു, അല്ലെങ്കിൽ അത് വേറെ നടപടിയല്ല, അത് മാറി. അതിനുശേഷം അന്ന് സജീവമായിരുന്ന മിക്കവാറും ആളുകൾ പാർട്ടിയിൽ സജീവമല്ലാതായി. താലൂക്ക് കമ്മിറ്റി മെമ്പർമാർ പലരും സജീവം അല്ലാതായി. 67 ഗവൺമെൻറ്റിന് ശേഷം ആയി. പിന്നെ ജനദേവൻ്റെ പേരിലൊരു നടപടി ഉണ്ടായി. ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ പാർട്ടിയിലേക്ക് വരുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന കാര്യത്തിലും പുതിയതായിട്ട് പാർട്ടി കെട്ടിപ്പടുക്കുന്ന കാര്യത്തിലും ഞങ്ങൾക്കിടയിൽ വളരെയധികം അസാമാന്യമായ ഐക്യം ഉണ്ടായിരുന്നു. പാർട്ടി നന്നായിട്ട് ബിൽഡ് ചെയ്യണം എന്നുള്ള പാർട്ടി എന്ന് വളരെ ഐക്യത്തോടെ പോയിക്കൊണ്ടിരിക്കുക. തൊടുപുഴയിൽ നല്ല രീതിയിൽ നല്ല ലീഡേഴ്സ്, CJ ചാക്കോ, PM മാനുവൽ, MC മാത്യു, നല്ല ഒരു നേതൃനിര പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചാക്കോച്ചൻ എന്തുകൊണ്ട് അകന്നു? അതിന്റെ ചോദ്യം അതാണ്. അപ്പോൾ ഞങ്ങളുടെ ഐക്യം ഇതാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പൊളിറ്റിക്കലാണ്, ഓർഗനൈസേഷനിലാണ്. പിന്നെ എനിക്ക് അഭിപ്രായ വ്യത്യാസം എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രധാനപ്പെട്ടത് അതിൽ മാനുവലിനോട്, PM മാനുവലിനോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതെന്തായിരുന്നു? അദ്ദേഹം ഒരു ഏകാധിപത്യ പ്രവണത പാർട്ടിക്കുള്ളിൽ വെച്ചു പുലർത്തുന്നു എന്ന തോന്നൽ സത്യമായിരുന്നു. ഇപ്പോഴും അത് കുറെ കൂടി സത്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അന്നത്തെ അഭിപ്രായം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് രംഗത്താണ്, ഏത് രീതിയിലാണ് PM മാനുവൽ ഈ പറയപ്പെടുന്ന ഈ ഏകാധിപത്യ പ്രവണത കാണിച്ചത്? സംഘടനാപരമായ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് എതിർ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല. അതെ, അദ്ദേഹം വളരെ കഴിവുള്ള, വളരെ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ തൊഴിലാളി വർഗത്തിൻ്റെ സംസ്കാരം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല
ഉൾക്കൊള്ളാൻ ഒരു സന്നദ്ധനല്ല എന്ന് പോലും എനിക്ക് ആ ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ട്. അതിനും പിന്നീട് നിങ്ങൾ കുറേ കാലം പരിചയപ്പെട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിലൂടെ ഒരു തോന്നലുണ്ടായത് ഉണ്ടായത്. എന്നാൽ മാത്യുവിനോട് ആ തരത്തിലുണ്ടായില്ല. മാത്യുവായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വേറെ തരത്തിലാണ്. അപ്പോൾ ഇത് ഇദ്ദേഹവുമായിട്ടാണ് ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് ഇന്നും എൻ്റെ ഖേദം, ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു യഥാസമയം ചർച്ച ചെയ്യാനും പരിഹരിക്കാനും കഴിയാതെ പോയല്ലോ എന്ന ഖേദം എനിക്കുണ്ട്. അതെന്തുകൊണ്ടെന്ന് ജില്ലാ കമ്മിറ്റി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. 85-ൽ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് പാർട്ടിയിൽ ഒരു പിളർപ്പുണ്ടായി, ഒരു ഭിന്നിപ്പുണ്ട്. പാർട്ടി ഒന്നായി നിൽക്കുന്നു, പക്ഷേ രണ്ട് ഗ്രൂപ്പായി നിൽക്കുന്നു. അപ്പോൾ ആ പാർട്ടിയിൽ ഇവിടുത്തെ എൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മാനുവലിനെ സംബന്ധിച്ച് ഒരു വിഷയം, എനിക്ക് മാത്യുവിനും ചിലപ്പോൾ ഈ മാനുവലിനെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ യോജിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് ഇത് ഉയർത്താൻ കഴിയാത്തത് ഈ ജില്ലാ കമ്മിറ്റി നിലനിന്നിരുന്ന ഇത്തരം ജില്ലാ കമ്മിറ്റിയുമായിട്ട് അനൈക്യം ഗ്രൂപ്പിസം ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ പരിഹരിക്കപ്പെട്ടു പോകുമായിരുന്നു. പരിഹരിക്കപ്പെട്ടു പോകാത്തതിൽ ഇപ്പോൾ ദുഃഖമുണ്ടോ? ഇപ്പോഴും ദുഃഖമുണ്ട്. ആ ബന്ധങ്ങൾ അങ്ങനെ മുറിഞ്ഞു പോയ വ്യക്തിപരമായ ബന്ധങ്ങളല്ല. ഈ രീതിയോട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോഴും എനിക്ക് ഒരു പൊരുത്തവുമില്ല. ഈ മാനുവലിൻ്റെ ഇവർ രണ്ടുപേരും തമ്മിൽ വളർന്നു വന്ന ഒരു കോക്കസ് പോലെ പിന്നീടായി എന്ന രീതിയോട് അത്രയും കൂടെ പൊരുത്തം. നമ്മൾ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ രണ്ടുപേരും വളർന്നു വരുന്ന രീതി തോന്നി, അങ്ങനെ തോന്നി. അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കൊന്നും വന്നില്ല. പക്ഷേ അത് ഞാൻ ഉറപ്പിക്കുകയായിരുന്നു. എൻ്റെ നിലപാടുകൾ, എൻ്റെ നിഗമനങ്ങൾ, എന്നിൽ രൂപം കൊണ്ട അഭിപ്രായങ്ങൾ ശരിയോ തെറ്റോ എന്ന് ഓരോ ഘട്ടത്തിൽ ഞാൻ ഉറപ്പിച്ചിരുന്നു. ആ ഉറപ്പാണ് പിന്നീട് ഒരു അവസാനമായിട്ട് ഞങ്ങൾ തമ്മിൽ അകന്നപ്പോൾ പിന്നെ ഒരു കോംപ്രമൈസിലേക്ക് പലരും ശ്രമിച്ചിട്ടും പോകാതിരുന്നത്. താങ്കൾ വളർന്നു വരുന്ന കാര്യത്തിൽ അവർക്ക് ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടായിരുന്നു. അസൂയ എന്ന് പറയുന്നില്ല, ഇഷ്ടമില്ലായ്മ. അങ്ങനെയല്ല, അത് എനിക്ക് തോന്നുന്നു എന്നോട് ഞാൻ കുറച്ചുകൂടി ഒരു സെൻറ്റിമെൻ്റലാണ് എന്നുള്ള അഭിപ്രായം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രാക്ടിക്കൽ മൈൻഡ് എന്നതിനേക്കാളേറെ കുറേ കൂടി സെൻറ്റിമെൻ്റൽ ആയിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു കുറച്ചുകൂടി പ്രായോഗികമതികൾ എന്നുള്ള ഒരു തരത്തിൽ ആയിരിക്കാം ഐക്യം ആദ്യം രൂപപ്പെട്ടത്. പിന്നീട് ഈ ഞാൻ പൊരുത്തപ്പെട്ടോളം ജില്ലാ കമ്മിറ്റിയുമായിട്ട് അവർ പൊരുത്തപ്പെട്ടില്ല. മാനുവലൊട്ടും പൊരുത്തപ്പെട്ടില്ല, പൊരുത്തപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ പൊരുത്തപ്പെടില്ലായ്മ അവരുമായിട്ട് ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു അകൽച്ചയുടെ പരിണിത ഫലം എന്ന് പറയുന്നത് ചാക്കോച്ചനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് എത്തിച്ചു ഒരു ഘട്ടത്തിൽ. അതെ, അതെന്തായിരുന്നു അതിൻ്റെ കാരണം? അത് ഒരു 10 വർഷം എന്നെ പറ്റി പറയുന്നത് ഇവർ ഇതൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ശത്രുതയായിട്ട് മാറി. ആ ശത്രുതയെ തുടർന്ന് അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള, അവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള നോട്ടീസുകൾ പുറത്തു വന്നു. ആ നോട്ടീസുകൾ ഞാൻ ചെയ്തതെന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ ശിക്ഷിക്കപ്പെട്ടത്, അതിൻ്റെ പേരിലാണ് ഞാൻ പുറത്താക്കപ്പെട്ടത്. അത് ഞാൻ അംഗീകരിക്കുന്നു. ഇല്ല, പാർട്ടി കണ്ടെത്തിയ ആ സത്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് നടന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ പിന്നീട് പാർട്ടിയിൽ നിന്ന് പോവുകയാണ് ഉണ്ടായത്. അതെന്നു വെച്ചാൽ അവരപ്പോഴേക്കും പാർട്ടിക്ക് ഈ സ്ഥാനമാനങ്ങളോടുള്ള ഒരു താല്പര്യം രണ്ടുപേർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തൊരു ചേച്ചിയും ഗ്രൂപ്പ് നിലനിൽക്കുന്ന ഒരു പാർട്ടിക്കകത്ത് അച്ചടക്ക നടപടി വന്നു കഴിഞ്ഞാൽ പിന്നെ എതിർപക്ഷത്തോട് ഉണ്ടാവില്ലല്ലോ, ഒരു പരിഗണന ഉണ്ടാവില്ല. വേണമെങ്കിൽ ശാസ്ത്രീയമായി നമുക്ക് ആലങ്കാരികമായി പറഞ്ഞാൽ നാവരിയുന്നത് പോലെ പലർക്കും അനുഭവപ്പെടും. മാത്യു ആണെങ്കിൽ ദിവസം ഒരു 2-3 ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ഈ ടൗണുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. പക്ഷെ അതൊന്നും ഇല്ലാതാക്കപ്പെട്ടതോടുകൂടി മാത്യുവിന് അത് അത്രയും ഇവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാവുന്നു. പക്ഷെ മാത്യുവിനെ പാർട്ടിയിലേക്ക് വീണ്ടും ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു, വീണ്ടും ജില്ലാ കമ്മിറ്റി റീഇൻസ്റ്റേറ്റ് ചെയ്തു. മാനുവൽ ബ്രാഞ്ചിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ ഞാൻ ഒരിക്കൽ DC-യിൽ പറഞ്ഞത്, നമുക്ക് മാനുവലിനെ
പുറത്താക്കിയാൽ ഒരുപക്ഷെ മാത്യുവിനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അങ്ങനെ അഭിപ്രായം. പറഞ്ഞു. പക്ഷേ അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ത്യാഗം സഹിച്ച ഒരാളെ പുറത്താക്കാൻ പാടില്ല എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. മാനുവലിനെ പോലെ. അതെ, അതാണ് പറഞ്ഞത്. പക്ഷേ പുറത്താക്കിയാൽ ഇയാളെ മാത്യുവിനെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞു. മാത്യുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനൊരു ത്യാഗം വേണം. മാനുവൽ പുറത്തു പോകണം. പക്ഷേ വാസ്തവത്തിൽ ഇവരുടെ ഒരു ഇതിനകത്തൊരു ആശയമുണ്ട്. ഒരു ആശയപരമായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസം. അതായത് ഇപ്പോൾ അവർ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. കമ്മ്യൂണിസം തന്നെ ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് എത്തിയിട്ടുള്ളവരാണ്. അത് വാസ്തവത്തിൽ സത്യമാണോ അതെയോ ഇതിൽ ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ അത് ഈ പാർട്ടിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന ഒരവസ്ഥ വരുമ്പോൾ ഈ പാർട്ടി മാത്രമല്ല കമ്മ്യൂണിസം തന്നെ മാർക്സ് തന്നെ ശരിയല്ല എന്നൊരു അഭിപ്രായത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അത് രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായത്തിലേക്ക് എത്തിയത് മാർക്സിനിസം ശരിയല്ല, കമ്മ്യൂണിസം എന്ന് പറയുന്നത് സ്റ്റാലിനെ സംബന്ധിച്ച് ഒരു കൊലപാതകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാനുവലിൽ എൻ്റെ മനസ്സിൽ ധാരാളമായി ഉണ്ടായിരുന്നു. അതിന് കാരണമുണ്ട്. മാനുവലിൻ്റെ ജ്യേഷ്ഠൻ സോവിയറ്റ് യൂണിയനിലായിരുന്നു. ആ ജ്യേഷ്ഠനിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ഈ പെരിസ്ട്രോയിലേക്കും ഒക്കെ ഗ്ലോസ്നെസ്സിലേക്കും ഒക്കെ സോവിയറ്റ് പാർട്ടി വരികയും സോവിയറ്റ് പാർട്ടി തകർച്ചയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൻ്റെ തൊട്ട് ആ നാളുകളിലായിരുന്നു. അപ്പോൾ അതിന് മാനുവലിന് ധാരാളമായിട്ട് അത്തരം വിവരങ്ങൾ കിട്ടിയിരുന്നു ഈ സഹോദരനിൽ നിന്നും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ മാനുവലിന് ഈ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികൾക്ക് സംസ്കാരം ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ഒരു പൂർണ്ണമായി ഉൾക്കൊണ്ടൊരു മനസ്സായിരുന്നില്ല. തൊഴിലാളി അംഗീകരിക്കുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ മനസ്സായിരുന്നില്ല. ഞാൻ അക്കാര്യത്തിൽ മാത്യുവിനെ വേറെ കൾച്ചറിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇയാൾ മാർക്സിസ്റ്റ് ലെനിനിസത്തോടും കമ്മ്യൂണിസത്തോടും അകന്നു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു വിമർശനം മാർക്സിസ്റ്റ് ലെനിനിസത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇത്രയും അകന്ന ഒരാൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു തരം സ്വാർത്ഥതയാണ്, കാപട്യമാണ് എന്നുള്ളതാണ് എനിക്കുണ്ടായിരുന്നത്. അതൊന്നും ഞാൻ മാത്യുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മാനുവലിനെ കുറിച്ച് അത് മാനുവലിനെ പറഞ്ഞു. അത് സത്യമാണ്, ഇപ്പോഴും സത്യമാണ് വിശ്വസിക്കുന്നത്. അതേസമയം ഇവർ രണ്ടുപേരെ എന്നെ വിളിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് ഭക്തൻ എന്നാണ് വിളിച്ചിരുന്നത്. അത് ശരി. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ഭക്തനല്ല എന്ന കാര്യം അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു എന്നെ ബ്രാൻഡ് ചെയ്തിരുന്നത്. അതും പ്രധാനമായിട്ടും മാനുവലാണ്. മാത്യു ഇക്കാര്യത്തിലെല്ലാം ഒതുങ്ങി. അതായത് അങ്ങനെ പാർട്ടി വിധേയനായി പോയിരുന്നേനെ. പക്ഷേ ഞാൻ എൻ്റെ അടുത്ത ചോദ്യം, പഴയ ഒരു CPIM അല്ല ഇപ്പോൾ. ഒരു മൂല്യച്യുതി ഈ പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അഴിമതിയുടെ കാര്യത്തിൽ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഒരു വിഭാഗം നല്ലവണ്ണം ഈ പാർട്ടിയെ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നു, വരവിൽ കവിഞ്ഞുള്ള സ്വത്ത് സമ്പാദിക്കുന്നു എന്നൊരാക്ഷേപം നിൽക്കുന്ന ചെറിയൊരു ഭാഗം. എല്ലാവരും അങ്ങനെയൊന്നല്ല. അത് ശരിയാണോ? എന്താണ്? ചിലരെ പറ്റി അതുണ്ടാകാം. അതൊക്കെ വളരെ വ്യക്തിപരമായിട്ട് പരിശോധിച്ച് ബോധ്യപ്പെട്ടേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ചില ആളുകളെ പറ്റി കമ്മ്യൂണിസ്റ്റുകാർക്ക് നിരക്കാത്ത രീതികളുണ്ട് എന്ന് ഒരു സംസാരമുണ്ട്. ഒരാൾ പാർട്ടി വരുന്നു, അയാൾ പാർട്ടി വരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആസ്തി 1 രൂപയാണ് കൂട്ടുക. ഒരു 10 വർഷം കഴിയുമ്പോൾ 20 രൂപ ആസ്തിയാവാത്. ഞാൻ പറഞ്ഞേ, അത് 100, 200, 300, 1000 രൂപയായാൽ അവിടെ എന്തോ സംതിങ് ഉണ്ടാവും. പക്ഷെ അത്തരം ഞാൻ ഫേസ്ബുക്കിൽ അത്തരം ചില ആളുകൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അസാധാരണമായി സമ്പത്തുണ്ടാക്കിയ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ പറഞ്ഞിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കണം. കാരണം പല ഘട്ടങ്ങളിൽ പരിശോധന നടക്കുന്ന എന്നാണ്. അപ്പോൾ ആ തരത്തിൽ അസാധാരണമായ സമ്പത്തുണ്ടാക്കിയ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരോ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരോ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരോ ഒന്നും എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പോൾ അതൊരു ആരോപണം, ആക്ഷേപം. അപ്പോൾ അതുണ്ടാകാം. പിന്നെ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഓരോ വളരെ സൂക്ഷ്മമായിട്ടും വളരെ സത്യസന്ധമായിട്ടും പരിശോധിച്ച് മാത്രം പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇനി ഒരുപക്ഷെ മെമ്പർഷിപ്പിലില്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ കാണുകയുള്ളൂ. അത് വസ്തുനിഷ്ഠമായിരിക്കണം കാര്യങ്ങൾ. CJ ചാക്കോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ്? കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിട്ടുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ ഈ ബാലാനന്ദനാണ്. EMS ഒക്കെ നിൽക്കുമ്പോൾ പോലും
അല്ല ഇ എം എസിനെ ഉള്ളപ്പോൾ തന്നെ ഇ എം എസ് പി ഗോവിന്ദപിള്ള അതെ. ഇതേപോലുള്ള ഒരുപാട് നേതാക്കന്മാർ നിൽക്കുമ്പോൾ വളരെ ഇഷ്ടമായിരുന്നു പി ഗോവിന്ദപിള്ളയെ. എല്ലാം ശരിയാവും, ഒരുപാട് കളി. പക്ഷേ ഈ ബാലാനന്ദനോടാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നൊരു ഫീൽ ഉണ്ടായിട്ടുള്ളത്. കുറ്റമറ്റ ഇമ്പക്കബിൾ അതെ ഇമ്പക്കബിൾ കുറ്റമറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ. അതെ ഫ്ലോലെസ് അത് ഈ ബാലാനന്ദനാണ് എന്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എത്ര നാളെ ഞങ്ങളുടെ അഭിപ്രായം മനസ്സിൽ വന്നിട്ട് കുറേ വർഷങ്ങളായി. ഏറെ വർഷങ്ങളായി. ആ തലമുറയ്ക്ക് ശേഷം വന്നിട്ടുള്ള സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, എം എ ബേബി തുടങ്ങിയ നേതാക്കന്മാരുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാരാണ്? സീതാറാം യെച്ചൂരിയാണ്. അതെ. എന്തായിരുന്നു യെച്ചൂരിയിൽ കണ്ടൊരു പ്രത്യേകത? ഒന്ന്, ഒരു ഹാൻഡ്സ് ഓൺ സമീപനമുള്ള ആളാണ്. അപ്രോച്ച് വളരെ നല്ല ഇതായിരുന്നു അല്ലേ? മറ്റുള്ളവരോടുള്ള പ്രശ്നങ്ങളോടുള്ള സമീപനങ്ങളൊക്കെ യാന്ത്രികത ഇല്ലാത്ത ഹാൻഡ്സ് ഓൺ സമീപനമുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഓർക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം 1,00,000 രൂപ ഭാര്യയെ പറഞ്ഞേൽപ്പിച്ച് വയനാടിന് കൊടുത്തു എന്നതാണ്. അത് ശരി. ഡൽഹി കേരള ഹൗസിൽ വെച്ച് പിണറായി വിജയനെ ഏൽപ്പിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ പത്നി സീമ. അപ്പോൾ അതാണ് യെച്ചൂരി ഒരു നല്ലൊരു എന്താ പറയുന്നത് പണ്ഡിതൻ, അല്ലെങ്കിൽ വിഷയങ്ങൾ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു പക്ഷേ കാരാട്ടിനേക്കാളും അല്ലെ കുറച്ചും കൂടി പാണ്ഡിത്യത്തിൻ്റെ കാര്യത്തിൽ, അത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇവരെ ഒരേ നിലവാരത്തിലേക്കാണ്, കാരാട്ടിനെയും യെച്ചൂരിയെയും. പക്ഷേ ഞാൻ ഈ സമീപനത്തിൻ്റെ കാര്യത്തിൽ യാന്ത്രികത എന്ന് പറയുന്ന ഒരു സംഗതിയില്ല, ആർക്കും യെച്ചൂരിക്കില്ല. അതാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്ന പ്രത്യേകത. അതാണ് അദ്ദേഹം ശരിക്കും ഒരു തൊഴിലാളി വർഗ നേതാവ് തന്നെയാണ്, പണ്ഡിതനാണ്. കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ വളരെ വ്യത്യസ്തതയും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കുന്ന രീതിയിലുള്ള ഒരാളായിരുന്നു സീതാറാം യെച്ചൂരി. സി ജെ ചാക്കോ നന്നായി പുസ്തകം വായിക്കുന്ന ആളായിരുന്നു. ഞാൻ വരുമ്പോൾ മിക്കവാറും ഓഫീസിലൊക്കെ ഇങ്ങനെ വായനയുടെ ലോകത്തായിരുന്നു. ഒന്നുകിൽ ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാഗസിനായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകമായിരിക്കാം. ഈ പുസ്തകത്തിൻ്റെ ലോകത്ത് ശരിക്കും വളരെയധികം വായിച്ചു കൂട്ടിയിട്ടുണ്ട്. മലയാള നോവൽ സാഹിത്യത്തിൽ സി ജെ ചാക്കോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാരാണ്? എം ടി വാസുദേവൻ. എം ടി ആണ് ഇഷ്ടം. എം ടിയുടെ ഏത് നോവലാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് നാലുകെട്ട് തന്നെയായിരുന്നു. നാലുകെട്ട് അന്നേ വരെയുള്ള മലയാള സാഹിത്യത്തിൻ്റെ ഇതിലൊരു മാറ്റം വരുത്തിയ നോവൽ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് രണ്ടാം ഊഴം. മഞ്ഞ് ശരിയാണ്, മഞ്ഞിൻ്റെ ഭാഷ ഒക്കെ ശരിയാണ്. അതായത് എം ടി 1957 അതിൻ്റെ ആദ്യത്തെ പുസ്തകം വരുന്നത്. അത് പാതിരാവും പകൽ വിളിച്ചു. അതൊരു പ്രധാനപ്പെട്ട നോവലൊന്നും പറയാൻ പറ്റില്ല. മാതൃഭൂമി വീക്കിലിയിൽ അന്ന് കണ്ടശിയായിട്ട് വന്നിട്ടുള്ളതായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സീരിയസ് ആയിട്ടുള്ള നോവലുകളിൽ ഇപ്പം നാലുകെട്ട് അല്ലെങ്കിൽ അസുരവിത്ത്, കാലം പോലുള്ള പ്രധാനപ്പെട്ട നോവലുകളിൽ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് സഖാവ് പറഞ്ഞ നാലുകെട്ടാണ്. അത് 58 എഴുതുന്നത്, 1959 നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുകയും ചെയ്തു. രണ്ടാം ഊഴം എഴുതുന്ന 1983 രണ്ടാം ഊഴം ആ കാലഘട്ടം കലാകൗമുദിയിലാണ് വരുന്നത്, നമ്പൂതിരിയുടെ വരയൊക്കെ ആയിട്ട്. അത് നല്ല നോവലാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എന്നോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും എം ഡിയുടെ വർക്കുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ മഞ്ഞെന്നേ പറയുള്ളൂ. മഞ്ഞ് 1964 നൈനിറ്റാളിൽ പോയി. അത് ഇമ്മൻസ്ലി റൊമാൻറ്റിക്കാണ്. ഇമ്മൻസ്ലി റൊമാൻറ്റിക്കാണ്. അത് ഒരു കാത്തിരിപ്പിൻ്റെ കഥ കൂടിയാണ്. കാത്തിരിപ്പിൻ്റെ കഥയാണ്. വിമലയും അത് ബുദ്ധുവും സർദാർജിയും ഒക്കെ കാത്തിരിക്കുന്നു. ഒരു കാത്തിരിപ്പിൻ്റെ കഥയാണ്. അപ്പോൾ എന്നോട് ആര് ചോദിച്ചാൽ എംഡിയുടെ ഏറ്റവും നല്ല വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ഞാണ്. ഇനി എന്താണ് അടുത്ത? പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ എം ടിയുടെ നോവലുകളോട് കിടപിടിക്കുന്നതാണ് എം ടിയുടെ ചെറുകഥകൾ. അതിൽ നിലവാരം താഴെ എന്ന് പറയാൻ കാര്യമായിട്ടില്ല. എല്ലാം തന്നെ ഓപ്പോളായാലും ഉറപ്പെണ്ണായാലും അതേപോലെ തന്നെ കുട്ടിയെഴുതിയായാലും ഇതൊക്കെ ചെറുകഥകളാണ്. പതനം, ഇടവഴിയിലെ പൂച്ച മിണ്ടാ പൂച്ച. അവസാനം അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു നോവലുണ്ട്, ചെറുകഥ, പൂച്ചയൊക്കെ. അദ്ദേഹം കഥ ചെറുകഥയും അത് രണ്ടും ഒപ്പം നിൽക്കും. ഏത് ചെറുകഥയെ പോലെ തന്നെയാണ് നോവൽ. വളരെ എഴുത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ആരാധിക്കുന്ന ഒരാളാണ് എം ഡി. അതവിടെ നിൽക്കട്ടെ. എന്താണ് അടുത്ത ഒരു CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായി? വാസ്തവത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറോ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലോ എന്നാലും ഇല്ല. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറെങ്കിലും ആവാൻ വലിയ സാധ്യതയുണ്ടായിരുന്ന, അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്ന ബുദ്ധി കൊണ്ടും എല്ലാ
സംഘടനാ പാഠവും കൊണ്ടും എത്തേണ്ട ഒരാളാണ്. അത് പല കാരണങ്ങളുണ്ട്. പറഞ്ഞതുപോലെ ഇവർക്കായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അങ്ങനെ ആവാതെ പോയി. ഇനി അത്ര ഒരു സാധ്യതയുണ്ടോ ഒരു പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി? ഞാൻ അതുവരെ ചിന്തിക്കുന്നില്ല, സാധ്യതയുമില്ല. ചിന്തിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു കാര്യം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഒരു റിട്ടയർ ചെയ്തിട്ടില്ലെങ്കിലും റിട്ടയറിംഗ് ആണ്. അങ്ങനെയൊക്കെയാണുള്ള ഒരു മനസ്സിൽ അങ്ങനെ പാവപ്പെട്ടു. പക്ഷേ പാർട്ടിയോടുള്ള അഭിനിവേശം, പാർട്ടി ഡിഫെൻഡ് ചെയ്യാനുള്ള നിങ്ങളുടെ എന്താ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പാർട്ടി ഡിഫെൻഡ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ വരുന്നത്. ഒരിക്കലും പാർട്ടിയെ പ്രതിരോധം തീർത്തുകൊണ്ട് മറ്റുള്ളവരുടെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്ന രീതിയാണ് ചാക്കോ ചെയ്യുന്നത്. എന്തായാലും ശ്രീ CJ ചാക്കോ ഈ വർത്തമാനത്തിൻ്റെ പരിപാടികൾ സഹകരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.